സകലവന്മാരും പരിശ്രമിച്ചു നോക്കി. എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതിൻ്റെ അങ്ങേയറ്റം പരിശ്രമിച്ചു. കേന്ദ്ര സർക്കാരും ഇന്ത്യൻ എംബസിയും അതോടൊപ്പമുള്ള സകല ഉദ്യോഗസ്ഥരും അവരുടെ എല്ലാ കഴിവും പരമാവധി ഉപയോഗിച്ചിട്ടും നിമിഷപ്രിയയുടെ കേസിൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് യമൻ എന്ന് പറയുന്ന രാഷ്ട്രം തന്നെയാണ്. അവിടെയുള്ള ഭരണ സംവിധാനങ്ങൾ തന്നെയാണ്. ഇന്ത്യയുമായി യാതൊരുവിധ നയതന്ത്ര ബന്ധവുമില്ലാത്ത രാജ്യത്ത് കേന്ദ്ര സർക്കാരിന് ഒരുപാട് പരിമിതികളുണ്ട്. അവസാനം കേന്ദ്ര സർക്കാർ നിമിഷപ്രിയയുടെ കേസിൽ തങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈമലർത്തിയ കാഴ്ചയാണ് നമ്മളെല്ലാവരും കണ്ടത്. അവിടെയാണ് കാന്തപുരം ഉസ്താദിൻ്റെ ഇടപെടലുണ്ടാകുന്നത്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇതല്ല ഇവിടുത്തെ വിഷയം. നിമിഷപ്രിയയുടെ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാന്തപുരം ഉസ്താദ് ഇടപെട്ടത്, അതിലൂടെ വിജയം കണ്ടത് ഇവിടെ ഇന്ത്യയിലെ സകല വർഗീയവാദികൾക്കും ഇസ്ലാമിക വിരുദ്ധർക്കും നല്ലതുപോലെ ചൊറിയുന്നുണ്ട്. നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദരിയുടെ വധശിക്ഷ നീട്ടിക്കിട്ടിയത് ഒരു ഇസ്ലാമിക പണ്ഡിതൻ്റെ ഇടപെടൽ കാരണമായതുകൊണ്ട് തന്നെ സകലവന്മാർക്കും പൊള്ളിയിട്ടുണ്ട്. നിമിഷപ്രിയ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് വാവിട്ട് നിലവിളിച്ചവർ അവസാനം കാന്തപുരം ഉസ്താദ് ഇടപെട്ടപ്പോൾ എങ്ങനെയെങ്കിലും നിമിഷപ്രിയ മരിച്ചാൽ മതി, അവിടെ യമനിൽ തൂക്കിക്കൊന്നാൽ മതി എന്ന് പറയുന്ന തരത്തിലേക്ക് ആളുകൾ വർഗീയവാദികൾ പറഞ്ഞു തുടങ്ങിയെന്നുള്ളതാണ്. കാന്തപുരം ഉസ്താദ് തൻ്റെ പ്രവർത്തനത്തിൽ വിജയം കണ്ടപ്പോൾ ആ വിജയത്തിൽ കേരളത്തിലെ ജനങ്ങളും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒട്ടേറെ പ്രശസ്തരായ രാഷ്ട്രീയ നേതാക്കൾ, സിനിമാ താരങ്ങൾ, അതോടൊപ്പം സാമൂഹിക സേവന രംഗത്തെ ഒരുപാട് പേർ പ്രശംസയുമായി മുന്നോട്ട് വന്നു. അവരുടെ സമൂഹ മാധ്യമങ്ങളിൽ പേജുകളിൽ മുഴുവൻ നിറഞ്ഞതും കാന്തപുരം ഉസ്താദിൻ്റെ പുഞ്ചിരിക്കുന്ന മുഖങ്ങളായിരുന്നു. കാന്തപുരം ഉസ്താദിനെ ഇങ്ങനെ എല്ലാവരും കൂടി വാതോരാതെ പ്രശംസിക്കുന്നത് കണ്ട് വീണ്ടും സകല ഇസ്ലാമിക വിരുദ്ധർക്കും വർഗീയവാദികൾക്കും വീണ്ടും ഹാലിളകി. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിയെന്നുള്ള ആ ഒരു ക്രെഡിറ്റ് തങ്ങളുടേതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. അതിൻ്റെ ഭാഗമായി കാന്തപുരം ഉസ്താദിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഈ ഒരു കാര്യത്തിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നും ഇത് മുഴുവനും കേന്ദ്ര സർക്കാരിൻ്റെ ക്രെഡിറ്റാണ് എന്നുള്ള രീതിയിലായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ അത്തരം വർഗീയവാദികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. നോക്ക്, നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടി എന്നുള്ള ഉത്തരവ്, അതായത് കോടതിയിൽ നിന്നുള്ള ഔദ്യോഗികമായ ആ ഒരു ഉത്തരവ് ആദ്യമായി പുറത്തുവിട്ടത് കാന്തപുരം ഉസ്താദായിരുന്നു. ആ ഒരു വിധിപ്പകർപ്പ് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ ഷെയർ ചെയ്യുകയും അതിനോടൊപ്പം അദ്ദേഹം ചില കാര്യങ്ങളും പറഞ്ഞു വെച്ചു. പ്രാർത്ഥനകൾ ബലം കാണുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചുകൊണ്ടുള്ള വിധിപ്പകർപ്പ് ഔദ്യോഗികമായി ലഭിച്ചിട്ടുണ്ട്. ഇതിനുവേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും അള്ളാഹുവിൻ്റെ കരുണ കടാക്ഷമുണ്ടാകട്ടെ. ഇതായിരുന്നു ആ വിധിപ്പകർപ്പ്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ആ ഒരു ലെറ്ററിൽ കൃത്യമായിട്ട് തന്നെ ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ എന്ന് വ്യക്തമായി അതിൽ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. നമുക്കറിയാം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹമാണ് ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വിധിപ്പകർപ്പിലും ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഈ ഒരു വിധിപ്പകർപ്പ് കണ്ടയുടനെ ചില വർഗീയവാദികൾ ചില വ്യാജ പ്രചരണങ്ങളുമായി രംഗത്ത് വന്നു. ആ വിധിപ്പകർപ്പിൻ്റെ ആധികാരികതയിൽ സംശയമുണ്ട്, അതിലെ ഡേറ്റുകൾ മറ്റുമൊക്കെ തെറ്റാണ് എന്നുള്ള രീതിയിൽ വർഗീയവാദികൾ പലതരത്തിലുള്ള അപവാദങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അത്തരത്തിൽ കാന്തപുരം ഉസ്താദിനെതിരെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച അത്തരം വർഗീയവാദികൾക്ക് മനോഹരമായ ഒരു മറുപടിയായിരുന്നു, അതായത് തെളിവ് സഹിതമുള്ള മറുപടിയായിരുന്നു നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെ ലീഗൽ അഡ്വൈസറായിട്ടുള്ള KR സുഭാഷ് ചന്ദ്രൻ അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. അദ്ദേഹം കുറിച്ച ആ ഒരു കുറിപ്പിന് താഴെ അദ്ദേഹം മറ്റൊരു ലെറ്ററും കൂടി കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇതേ കേസിൻ്റെ വിശദാംശങ്ങൾ ഈ മാസം 6-ാം തീയതി ഇതേ ലെറ്റർ ഹെഡിൽ പുറത്തുവിട്ടത് ഇതോടൊപ്പം നൽകുന്നു. അത് കാണുമ്പോൾ ഈ കോടതി ഉത്തരവിൻ്റെ ആധികാരികത ബോധ്യപ്പെടും. വാട്ടർമാർക്ക് നേരത്തെ പറഞ്ഞ ഉദ്ദേശത്തിൽ നൽകിയതാണെന്ന് ഓളമുള്ളവർക്ക് ബോധ്യപ്പെടും. അതായത് കാന്തപുരം ഉസ്താദിൻ്റെ കൈകളിലേക്ക് എത്തിയ ആ ഒരു ലെറ്റർ, ഔദ്യോഗികമായ ആ വിധി പകർപ്പ്, അത് ഒറിജിനലാണ് അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള വിധി പകർപ്പാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതിനുദാഹരണമായി അദ്ദേഹം പറയുന്നത് ആ 2 കത്തിലുമുള്ള വാട്ടർമാർക്കാണ്. അതോടൊപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാന്തപുരം ഉസ്താദ് അദ്ദേഹം പുറത്തുവിട്ട ആ ഒരു വിധി പകർപ്പിൽ അദ്ദേഹം ഡേറ്റൊക്കെ വ്യത്യാസം വരുത്തി ആളുകളെയൊക്കെ പറ്റിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള ചില പൊള്ളത്തരങ്ങൾ ചില വർഗീയവാദികൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അദ്ദേഹം മനോഹരമായ മറുപടി നൽകി. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: മലയാള മാധ്യമങ്ങൾക്ക് അറബി തീയതി വായിക്കാൻ അറിയില്ലല്ലോ എന്ന് കരുതി ഇന്നലത്തെ ഡേറ്റുള്ള ഉത്തരവ് നൽകി കാന്തപുരം പറ്റിച്ചു എന്നൊക്കെയാണ് ആ സംസാരം. ഇക്കാര്യത്തിൽ ഇന്നലെ എന്നല്ല, കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഉസ്താദ് ഇടപെട്ടിട്ടുണ്ട് എന്ന് പല ഘട്ടത്തിൽ പുറത്തുവന്ന കാര്യമാണല്ലോ. ശുഭവാർത്തകൾ കഴിഞ്ഞ ദിവസം മുതൽ വാക്കാൽ ഉസ്താദിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും അപ്പോഴൊന്നും ഇക്കാര്യത്തിൽ ഒഫീഷ്യലായി ഉസ്താദിൻ്റെ ഓഫീസ് പ്രതികരിച്ചിട്ടില്ല. രേഖാമൂലമുള്ള വിവരം കിട്ടിയിട്ടു മതി എന്നായിരുന്നു ഉസ്താദിൻ്റെ ഓഫീസിൻ്റെ നിലപാട്.
അത് ഓരോ സമയത്തും ഇക്കാര്യം അന്വേഷിക്കുന്ന മാധ്യമ പ്രവർത്തകരെ അറിയിച്ചതുമാണ്. ഇന്നലെ രാത്രി വൈകിയും ചർച്ചകൾ നടക്കുന്ന കാര്യവും ഷെയ്ഖ് ഹബീബ് ഉമറിൻ്റെ നിർദ്ദേശപ്രകാരം ഹുദൈദ സ്റ്റേറ്റ് കോടതി ചീഫ് ജസ്റ്റിസും യമൻ ഷുറ കൗൺസിലിൻ്റെ അംഗവുമായ ജസ്റ്റിസ് മുഹമ്മദ് ബിൻ അമീൻ ചർച്ചയിൽ ഇടപെടുകയും ശിക്ഷാ നടപടികൾ നീട്ടിവെക്കാനുള്ള ധാരണ കുടുംബങ്ങൾക്കിടയിൽ ഉണ്ടാക്കുകയും ഉടനെ തന്നെ കോടതിയെ സമീപിച്ച കാര്യവും അറിഞ്ഞിരുന്നു. രാത്രി വൈകിയുണ്ടായ വിധിയുടെ ഉത്തരവ് രേഖയാവാനെടുത്ത താമസമോ കയ്യിൽ ലഭിക്കാൻ വൈകിയതോ ഒക്കെ ഈ വിഷയത്തിൽ സംഭവിച്ചിരിക്കാം. ഇൻ്റർനെറ്റ് സേവനങ്ങൾ വളരെ പരിമിതമായ രാജ്യത്തെ പ്രദേശങ്ങളിൽ നിന്ന് അയക്കുന്ന ഒരു മെസ്സേജിൻ്റെ റീപ്ലൈ നൽകിയാൽ വളരെ വൈകിയാണ് അവരത് കാണുന്നതും പ്രതികരിക്കുന്നതുമെന്നത് മറ്റൊരു കാര്യം. ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങൾ ബന്ധപ്പെടുന്ന സമയത്തും ശുഭവാർത്തയുണ്ട്. രേഖ കയ്യിൽ ലഭിച്ചാൽ പ്രതികരിക്കുമെന്ന് തന്നെയായിരുന്നു ഉത്തരം. അങ്ങനെ ലഭിച്ച അവസരത്തിലാണ് ഉസ്താദ് പ്രതികരിക്കുന്നതും. അപ്പോഴും ഡേറ്റ് ശ്രദ്ധയില്ലാത്തതോ അല്ലെങ്കിൽ മലയാളികളെ പറ്റിക്കാമെന്ന് കരുതിയതോ അല്ല. കോടതിയിൽ കഴിഞ്ഞ ദിവസം തന്നെ ഇടപെടലുകൾ ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് ആ അർത്ഥത്തിൽ തന്നെ സംഭവിച്ചതായേ മനസ്സിലാക്കുന്നുള്ളൂ. യമനിൽ മാത്രമല്ല, ലോകത്തറിയപ്പെടുന്ന ഒരു ഇസ്ലാമിക മത പണ്ഡിതനാണ് ഷെയ്ഖ് ഹബീബ് ഉമർ. ആ ഷെയ്ഖ് ഹബീബ് ഉമറുമായി കാന്തപുരം ഉസ്താദിൻ്റെ ബന്ധമെന്ന് പറയുന്നത് അത്രത്തോളം അടുത്തതാണ്. ഒരുപക്ഷെ മറ്റാരേക്കാളും യമനിൽ നടക്കുന്ന ഏതു കാര്യവും കാന്തപുരം ഉസ്താദ് അറിയുമെന്നുള്ളതാണ്. ഒരുപക്ഷെ കേരളത്തിലെ വാർത്താമാധ്യമങ്ങളും ഞാനും നിങ്ങളുമടക്കം എല്ലാവരും നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചു എന്നുള്ള കാര്യം അറിയുന്നതിന് മുമ്പേ തന്നെ കാന്തപുരം ഉസ്താദ് ഇതറിഞ്ഞിരിക്കണം. പക്ഷെ ഒരു കാര്യം ജനങ്ങളോട് പറയണമെന്നുണ്ടെങ്കിൽ അത് ഔദ്യോഗികമായി തന്നെ അതിൻ്റെ രേഖകളും മറ്റുമൊക്കെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ അത് പറയാൻ സാധിക്കൂ. പ്രത്യേകിച്ച് ലോകമറിയപ്പെടുന്ന കാന്തപുരം ഉസ്താദിനെ പോലെയുള്ള മതപണ്ഡിതർ അവരൊരു കാര്യം പറഞ്ഞു വയ്ക്കുമ്പോൾ അതിന് കൃത്യതയും വ്യക്തതയുമുണ്ട്, വ്യക്തമായ നിലപാടുകളുമുണ്ട്. അതുപോലും മനസ്സിലാക്കാതെയാണ് കേരളത്തിലെ വർഗീയവാദികൾ ഉസ്താദ് പറ്റിച്ചു എന്നൊക്കെയുള്ള ഇത്തരം നുണപ്രചാരണങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ അഴിച്ചുവിടുന്നത്. നോക്കൂ, സംഘികളുടെ പണം പറ്റി ജീവിക്കുന്ന ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന എച്ചിൽ മുസ്ലിമും അതോടൊപ്പം ഒരു ഹിന്ദുത്വ തീവ്രവാദിയുമായ പ്രതീഷ് വിശ്വനാഥനടക്കം കേരളത്തിലെ വർഗീയവാദികൾ സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചത് കാന്തപുരം ഉസ്താദിന് ഹൂതികളുടെ ബന്ധമുണ്ട് എന്നൊക്കെയായിരുന്നു. എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി കാന്തപുരം ഉസ്താദിനെ പ്രശംസിക്കുമ്പോൾ, ഇസ്ലാമിൻ്റെ മനോഹാരിത കാന്തപുരം ഉസ്താദ് ലോകത്തോട് പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വാഭാവികമെന്നോണം നല്ലതുപോലെ കുരുപൊട്ടുന്നുണ്ട് ഇത്തരം വർഗീയവാദികൾക്ക്. നോക്കൂ, കേരളത്തിലെ കാസ എന്ന് പറയുന്ന ക്രിസംഗി വർഗീയവാദികൾ, ആ വർഗീയവാദികൾ നിമിഷപ്രിയയുടെ കേസിൽ ഒരു കാര്യത്തിൽ പോലും ഒന്നിനു പോലും ഇടപെട്ട് ഇറങ്ങിയിട്ടേയില്ല. ഇടപെടാനും വയ്യ. ഇടപെട്ടത് ഒരു മുസ്ലിം പണ്ഡിതനായതുകൊണ്ട് തന്നെ. അവസാനം നിമിഷപ്രിയ മരിച്ചാൽ മതി, നിമിഷപ്രിയ കൊടും കുറ്റവാളി എന്നുള്ള തരത്തിലേക്ക് കാസ അടക്കമുള്ള ക്രിസംഗികൾ രംഗത്തു വരികയാണ്. നിമിഷപ്രിയ കടുത്ത കുറ്റവാളിയാണ്. ഭരണകൂടങ്ങൾ എന്തിന് ഇടപെടണമെന്നാണ് കാസ സംഘടനയുടെ പ്രസിഡന്റായ കെവിൻ പീറ്റർ എന്ന് പറയുന്ന തനി വർഗീയവാദി ആരോപിച്ചത്. നോക്കിയതാണ് അവസ്ഥ. ഇവിടെ 96 വയസ്സായ പ്രായമുള്ളൊരു മനുഷ്യൻ, അദ്ദേഹം മതം മറന്ന് ജാതി മറന്ന് എല്ലാം മറന്ന് ഒരു സഹോദരി രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇവിടെ മറുവശത്ത് അതേ സഹോദരിയുടെ സമുദായത്തിൽപ്പെട്ട ഒരു വർഗീയവാദി ആ സഹോദരിയെ എങ്ങനെയെങ്കിലും മരിച്ചാൽ മതിയെന്ന് പറയുന്നു. ഇതോടൊപ്പം സാമുവൽ ജെറോം എന്ന് പറയുന്ന മറ്റൊരു ക്രിസംഗി, അവനെക്കുറിച്ച് കൂടി പറഞ്ഞു വെക്കേണ്ടതുണ്ട്. വർഷങ്ങളായ നിമിഷപ്രിയയുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങ് യമനിൽ സാമൂഹിക പ്രവർത്തനം നടത്തുന്നു എന്നൊക്കെയുള്ള രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നുണ്ട്. പക്ഷേ ഒരു ചുക്കും ചുണ്ണാമ്പും അവനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. വർഷങ്ങളായി തന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്തത് അങ്ങ് കേരളത്തിലെ ഒരു മതപണ്ഡിതൻ, ആ മതപണ്ഡിതൻ വലിയ ആഭ്യന്തരമന്ത്രിയോ MP അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയല്ല, സാധാരണക്കാരനായ ഒരു മതപണ്ഡിതൻ. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തനം മൂലം ഒറ്റ ദിവസം കൊണ്ട് ആ ഒരു വിധിയിൽ മാറ്റമുണ്ടാകുമ്പോൾ സ്വാഭാവികമെന്നോണം ഉണ്ടായ ആ ഒരു ചൊറിച്ചിൽ അത് തന്നെയാണ് സാമുവൽ ജെറോമിലും കാണുവാൻ സാധിക്കുന്നത്. ഒരു മതനേതാക്കളുടെയും ഇടപെടലില്ല. നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഇടപെട്ടത് കേന്ദ്ര സർക്കാർ എന്നുള്ള വാദങ്ങളായിരുന്നു സാമുവൽ ജെറോം എന്ന് പറയുന്ന ക്രിസംഗി മുന്നോട്ട് വെച്ചത്. ഈ സാമുവൽ ജെറോം എന്ന് പറയുന്ന ക്രിസംഗിക്ക് ലക്ഷങ്ങളാണ് ഇവിടെ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ടീം അംഗങ്ങൾ കൊടുത്തയച്ചിരുന്നാണ് പറയപ്പെടുന്നത്. ലക്ഷങ്ങൾ. പക്ഷേ ആ ലക്ഷങ്ങൾ എവിടെയാണ് എന്നുള്ളതിന് ഇപ്പോഴും അതിനുള്ള ഉത്തരം സാമുവൽ ജെറോമിനില്ല. കഴിഞ്ഞ ദിവസം 24 ന്യൂസിൻ്റെ ചാനൽ ചർച്ചയ്ക്കിടയിൽ അഡ്വക്കേറ്റായിട്ടുള്ള സുഭാഷ് ചന്ദ്രൻ, അദ്ദേഹം നല്ലതുപോലെ കണക്കിന് കൊടുത്തിട്ടുണ്ട് ഈ സാമുവൽ ജെറോം എന്ന് പറയുന്ന ക്രിസംഗിക്ക്. നിമിഷപ്രിയയ്ക്ക് വേണ്ടി കൊടുത്തയച്ച പണങ്ങൾ എവിടെ, അതിനുള്ള റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് പറഞ്ഞപ്പോൾ വായും പൊളിച്ചിരിക്കാനല്ലാതെ സാമുവൽ ജെറോമിന് ഒരു മറുപടി പോലും പറയാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. നോക്കൂ, കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ച് ഇത്തരം വിമർശനങ്ങളും കളിയാക്കലുകളും പരിഹാസങ്ങളും ഒന്നും പുത്തരിയല്ല. ഇതിനേക്കാൾ വലിയ ആരോപണങ്ങളിലൂടെയും പരിഹാസങ്ങളിലൂടെയും കടന്നു വന്ന മനുഷ്യനാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.